ഒരു കള്ളന് വേണ്ടി കട്ടയെറിഞ്ഞ് കേന്ദ്രസേനയെ കൊലപ്പെടുത്തുവാൻ പോകുന്ന അക്രമി സംഘത്തോടാണ്. കള്ളൻ ഒരു പക്ഷേ സംഘപരിവാറുമായിട്ടുള്ള രഹസ്യബന്ധത്തിന്റെ പേരിൽ മുട്ടിലിഴഞ്ഞോ കുമ്പിട്ട് നിന്നോ ആ കേസിൽ നിന്ന് ഊരിപ്പോരുമായിരിക്കാം. പക്ഷേ കേന്ദ്രസേനയെ കട്ടയെറിഞ്ഞ് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ നിങ്ങൾ ഓരോ അക്രമി സംഘത്തിലെ അംഗങ്ങളും അഴിയെണ്ണുമെന്നുള്ള കാര്യം കട്ടായമാണ്. ഇന്ന് രാവിലെ വിജയന്റെ വീട്ടിലും വിജയന്റെ മകൾ വീണ വിജയന്റെ വീട്ടിലും വീണ വിജയന്റെ ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും അടക്കം റെയ്ഡ് നടക്കുന്നതിന്റെ പേരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്ര വലിയ അക്രമ അഴിഞ്ഞാട്ട അരാജകത്വമാണ് CPM-ന്റെ അക്രമി സംഘം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ വിജയൻ പറയാറുണ്ട്, എനിക്ക് മടിയിൽ കനമില്ല, അതുകൊണ്ട് വഴിയിൽ ഭയമില്ല എന്ന്. വഴിയിൽ ഭയമില്ലാത്ത ആള് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കൊട്ടേഷൻ സംഘത്തെ ഇറക്കിവിട്ട് അന്വേഷണ സംഘത്തെ ഭയപ്പെടുത്തി കേസിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നത്? ഇനിയും കേരളത്തിന് ഇതുവരെ ബോധ്യമായിട്ടില്ലാത്ത, ഈ നാട്ടിലെ അന്വേഷണ ഏജൻസിക്ക് ബോധ്യമായിട്ടില്ലാത്ത ഒരു ചോദ്യം ഇന്ന് വിജയന് വേണ്ടി ആക്രമിക്കാൻ റോഡിലേക്ക് ഇറങ്ങിയ അക്രമി സംഘത്തോട് ചോദിക്കുന്നു. നിങ്ങൾക്കെങ്കിലും പറഞ്ഞു തരാമോ, എന്തിനു വേണ്ടിയിട്ടാണ് വിജയന്റെ മകൾ വീണ വിജയന് കരിമണൽ കർത്തയെ പോലെ ഷെയ്ഡി ക്യാരക്ടറിലുള്ള ഒരു വ്യക്തി 1.72 കോടി രൂപ കൊടുത്തിരിക്കുന്നത്? എന്ത് സേവനം ചെയ്തതിന്റെ പേരിലാണ് വീണ വിജയന്, അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്ക്, കരിമണൽ കർത്ത മാസപ്പടി കൊടുക്കുന്നതെന്ന് നിങ്ങളെങ്കിലും പറഞ്ഞു തരാമോ? നിങ്ങൾ സമരവുമായി ഇറങ്ങുന്ന ചെറുപ്പക്കാരായിട്ടുള്ള CPM-ന്റെ അക്രമി സംഘത്തിലെ ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്, നിങ്ങൾ ജയിലിൽ കിടക്കും, നിങ്ങളുടെ അമ്മമാർ കണ്ണീര് കുടിക്കും മക്കളെ കുറിച്ചോർത്ത്. പക്ഷേ വിജയൻ അപ്പോഴും സ്വന്തം മക്കളെ വളരെ സേഫായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മൂത്ത മകനെ വിദേശത്ത് ഒരു കമ്പനിയിൽ വളരെ സുരക്ഷിതമായി വെച്ചിരിക്കുകയാണ്. ഇഷ്ടംപോലെ ശമ്പളവും അതിലേറെ കിമ്പളവും കിട്ടുന്നുണ്ട്. മകൾക്ക് മാസപ്പടി കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ജയിലിൽ ഗോതമ്പുണ്ട ഇപ്പോൾ ഇല്ല, ചപ്പാത്തി മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം. വിഷമിക്കുന്നത് നിങ്ങളുടെ കുടുംബമായിരിക്കും എന്നുള്ള ബോധം ഇങ്ങനെ കട്ടയേറിഞ്ഞ ആളെ കൊല്ലാനായിട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാകണം. ഇന്ന് കണ്ട വളരെ ഭീതിജനകമായ ഒരു കാഴ്ചയുണ്ട്. റെയ്ഡ് നടത്തുന്നതിന്റെ പേരിൽ ED സംഘം വാടകയ്ക്ക് എടുത്തിട്ട് വന്നതാണെന്ന് തോന്നുന്നു ഒരു ടാക്സി കാർ. ആ ടാക്സി കാറിന്റെ ചില്ലിലൊക്കെ കട്ടയെറിയുകയാണ്. ആ വണ്ടി ഓടിക്കുന്ന സാധു മനുഷ്യൻ, ഒരുപക്ഷെ അദ്ദേഹം ED ഉദ്യോഗസ്ഥനൊന്നും ആയിരിക്കില്ല, ഏതെങ്കിലും ടാക്സി ഡ്രൈവർ ആയിരിക്കും. അയാൾ ജീവഭയത്താൽ അലമുറയിടുന്നത് നമ്മൾ വളരെ വേദനയോട് കൂടിയിട്ടാണ് കണ്ടത്. കണ്ണൂരിലും തിരുവനന്തപുരത്തും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എല്ലാ പ്രദേശത്തും ഇങ്ങനെ അക്രമം അഴിച്ചുവിട്ടാൽ വിജയൻ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിജയനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വലിയ വർത്തമാനമൊന്നും പറയാതെ ലളിതമായി പറഞ്ഞാൽ മതി, എന്തിനാണ് കരിമണൽ കർത്ത 1.73 കോടി രൂപ വീണ വിജയന് കൊടുത്തത്? അത് പറഞ്ഞാൽ കേസ് തീർന്നു. കേരളം ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് വിജയന്റെ കുടുംബത്തോടൊപ്പം നിൽക്കും. ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ ഉടനെ രാഹുൽ ഗാന്ധിയുടെ കേസുമായിട്ട് വരികയാണ്. രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്തിട്ടുണ്ട്, ശരിയാ. രോഗബാധിതയായ ശ്രീമതി സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അതും ശരിയാ. പക്ഷെ അതൊന്നും കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് മാസപ്പടി കൈക്കൂലി വാങ്ങിയ കേസിലല്ല അവരെ ആരെയും ചോദ്യം ചെയ്തത്. അത് കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടലായിരുന്നു. പ്രതിപക്ഷത്തുള്ള എല്ലാ നേതാക്കന്മാരെയും വേട്ടയാടുമ്പോഴും വിജയന് വലിയ സംരക്ഷണമായിരുന്നു മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ എല്ലാ കാലത്തും കൊടുത്തു പോന്നിരുന്നത്. ഇന്ന് നടന്ന റെയ്ഡ് പോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നുള്ളതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി EDയോട് റെയ്ഡ് നടത്തുവാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ED നടത്തുന്ന റെയ്ഡിനെ ഇങ്ങനെ പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നത്? നിയമത്തിന്റെ വഴിക്ക് പോയാൽ പോരെ എന്ന് തീരുമാനിച്ചാൽ പോരെ? വിജയനോട് ഞാൻ പേഴ്സണൽ കണക്ക് പറയാം. എനിക്കെതിരെ നിങ്ങളുടെ മെയിലിൽ ഒരു പരാതി വരുന്നു, ഊരും പേരും വാലും തലയും ഒന്നുമില്ലാത്തൊരു പരാതി, ഒരു മൊഴി പോലും രേഖപ്പെടുത്താതെ പിന്നീട് കോടതിക്ക് പോലും എനിക്ക് ജാമ്യം തരുമ്പോൾ നിങ്ങളുടെ പോലീസിനെയും നിങ്ങളുടെ അന്വേഷണ സംഘത്തെയും വിമർശിക്കുന്ന രീതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് പോയിട്ട് ഞാൻ ആ അന്വേഷണ സംഘത്തെ പൂർണ്ണമായ സഹകരണമല്ലേ നടത്തിയത്? ഈ നാട്ടിൽ എത്രയോ മനുഷ്യന്മാർ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്. നിങ്ങൾ മാത്രം എന്തുകൊണ്ടാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത്? അപ്പോൾ അതിന് കൃത്യമായ കാരണമുണ്ട്, നിങ്ങൾക്ക് നല്ല പേടി തട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിജയ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഞാൻ കോരന്റെ മകനാണ് എന്ന് പറഞ്ഞാൽ എക്സംഷൻ ഒന്നും കിട്ടില്ല. ഈ രാജ്യത്തെ എല്ലാ മനുഷ്യന്മാർക്കും ഒരേ നിയമമാണ്, ഭാരതീയ ന്യായ സംഹിത. അത് കോരന്റെ മകന് കോരന്റെ ന്യായ സംഹിതയൊന്നും വേറെയില്ല. അപ്പം അതുകൊണ്ട് ഈ നാട്ടിൽ ഒരുപാട് മനുഷ്യന്മാർ കരുതി കൂട്ടി വെച്ചിരുന്ന കണക്കുണ്ട്. അത് നിങ്ങൾ ആദ്യമായി മഴുവെച്ച് കൊലപ്പെടുത്തിയ വാടിക്കൽ രാമകൃഷ്ണൻ തൊട്ട് പിന്നീട് നിങ്ങൾ കണ്ണീര് കുടിപ്പിച്ച ഒരുപാട് മനുഷ്യന്മാരുടെ കണ്ണീരിന്റെ കടം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ബാക്കിയുണ്ട്. അപ്പോൾ ആ കടമൊന്നും വീട്ടാതെ നിങ്ങൾക്ക് ഈ ജീവിതം അവസാനിച്ചു പോകില്ല എന്നുള്ള നല്ല ബോധ്യം വേണം. അതുകൊണ്ട് ശ്രീ വിജയൻ, ഉളുപ്പ് അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇന്നലകളിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മറ്റുള്ളവർക്കെതിരെ പറഞ്ഞ ഏതെങ്കിലും വാചകം ഓർമ്മയിലുണ്ട് എങ്കിൽ നിങ്ങൾ അടിയന്തരമായി പ്രതിപക്ഷ നേതൃപദവിയും അതുപോലെ തന്നെ ധർമ്മടം MLA-യുടെ പദവിയും രാജിവെച്ചൊഴിയുകയാണ് നിങ്ങൾക്ക് നല്ലത്. അതല്ല എങ്കിൽ നിങ്ങൾ ഇന്നലകളിൽ മറ്റുള്ളവർക്ക് നേരെ എറിഞ്ഞ ധാർമ്മികതയുടെ ആ വാക്കുകൾ സ്വയം കെട്ടിത്തൂങ്ങിച്ചാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ക്ലീഷയായ ഒരു ഡയലോഗ് ഓർമ്മപ്പെടുത്തുന്നു, നീ ചെയ്തതിനൊക്കെയും
നിന്നോട് ഈ നാട് പകരം ചോദിക്കും. നിന്റെ പ്രവർത്തികൾ ഓരോന്നും നിന്റെ തലമേൽ പതിക്കുക തന്നെ ചെയ്യും. മറക്കണ്ട, ഒന്നും മറക്കാൻ ഈ നാട് ഉദ്ദേശിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വാചകങ്ങളെല്ലാം നിങ്ങൾ കേട്ട് കഴിഞ്ഞല്ലോ. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് കാര്യങ്ങളല്ലേ. ഇന്ന് രാവിലെ മുതൽ ഞാനും കുറച്ച് വീഡിയോസോട് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ. പക്ഷെ ഒരു മനുഷ്യന്റെ തലയിലോട്ടും കയറത്തില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഇതുപോലെ വിവരം കേട്ട കുറെ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപരമായിട്ടുള്ള കാര്യങ്ങൾ. ആ ടാക്സി ഡ്രൈവർ പാമ്പുടിച്ചോനെ രാവിലെ 6 മണിയായപ്പോൾ ഈ ഓഫീസർ ചെന്ന് ഇന്ന പോലാണ് ഞങ്ങൾ ഇന്നടുത്ത് വിടണം എന്നുള്ള രീതി വിട്ടു, ഇന്ന പോലെ പറയുകയും ചെയ്തു. അദ്ദേഹം എന്തെടുത്ത് പിണറായിയുടെ വീട്ടിൽ കൊണ്ടുവിടുകയും ചെയ്തു. രാവിലെ മുതൽ രാത്രി വൈകിട്ട് വരെ അവിടെ കാത്തിരുന്നു. കിടക്കുന്നെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ചില്ലും അതും എല്ലാം അടിച്ച് പൊട്ടിച്ച് കുട്ടി സഹാക്കന്മാർക്ക് ഹാപ്പിയായി കാണുമെന്ന് തോന്നുന്നുണ്ട്. നീയൊക്കെ ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്? ഒരുത്തിന്റെ അന്നം മുട്ടിച്ചിട്ടാണോ ഇമാതിരി തോന്നിയ ദിവസം കാണിക്കുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത്? എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, വിജയന്റെ മക്കൾ നല്ല രീതിയിൽ ഹാപ്പി ലെവലിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂത്തമ്മനൊക്കെ ഒരു കുഴപ്പമില്ലാതെ അവൻ അത്യാവശ്യം നല്ല പൈസയും കാര്യങ്ങളും ഉണ്ട്. മോളാണെങ്കിലോ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കരിമണൽ കർത്ത അവരുടെ കമ്പനിയിൽ നിന്ന് 1.72 കോടി രൂപ ഇവർക്ക് കിട്ടി. എന്തിന് കിട്ടി? അതാണ് ഇവിടുത്തെ സംസാരവും കാര്യങ്ങളും. ഞാൻ ഈ മാത്യു കുഴിനാടനെ കുറിച്ച് മന്ത്രിസഭയെ കുറച്ച് കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. ആ ഒരു സമയത്ത് തെളിവ് സഹിതം അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിന് കിട്ടി, എങ്ങനെ കിട്ടി എന്നുള്ള രീതിയിൽ ഒരുപാട് കള്ളക്കടത്തുകളും കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കുന്നുണ്ട് ഉള്ള കാര്യം പറയാലോ. അപ്പോൾ ആ ഒരു കാര്യത്തിന് ഇവർക്ക് ഉത്തരവില്ല. അങ്ങനെ PD ഇടപെടുകയൊക്കെ ചെയ്ത് ഇത് കുറേ നാളുകൊണ്ടുള്ള പ്രശ്നം. ഞാനിപ്പോൾ ഷോർട്ടായിട്ട് മാത്രമേ നിങ്ങളോട് ഇതൊക്കെ ഞാൻ സംസാരിക്കുന്നുള്ളൂ. വെട്ട് കഴിഞ്ഞ് ഇപ്പോൾ വേണ്ട അവിടെ വന്ന് എല്ലാവരുടെയും വിചാരം വിജയനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ കുറേ വിശ്വസിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്ത് പറയാനാന്ന് പറയാം. ഹൈക്കോർട്ട് ഉത്തരവാണ്. അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഹൈക്കോർട്ട് ഉത്തരവാണ്. അതായത് കരിമണൽ കർത്തയുടെ CMDRL എന്ന കമ്പനിയിൽ നിന്നാണ് ഈ പറയുന്ന വീണ വിജയന്റെ എക്സോളജിക്കൽ എന്ന് കമ്പനിയുടെ പേര് കണ്ടേ. ആ കമ്പനിയിലാണ് 1.72 കോടി രൂപ കൊടുക്കാന്ന് പറയുമ്പോഴേ അതെന്ത് ഇല്ലീഗൽ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. കരിമണൽ കർത്തയെക്കുറിച്ച് ഞാൻ പറയാതെ അത്യാവശ്യം ആൾക്കാർക്ക് അറിയാമെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ നമുക്ക് വിശദമായിട്ടൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ അതിന് തന്നെ കേൾക്കാം. ഇത് വിഷയം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ കൂടെ വെച്ചുതരാം. നമ്മുടെ മാത്യു കുഴിനാടൻ സംസാരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ചുതരാം. ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ. അദ്ദേഹത്തിന്റെ മകളും അദ്ദേഹത്തിന്റെ മകളുടെ പേരുള്ള കമ്പനിയും ചേർന്ന് ഈ കേരളത്തിലെ ഏറ്റവും സബ്സ്റ്റാൻഷ്യൽ ബിസിനസ് ഇൻട്രസ്റ്റ് ഉള്ള, അതായത് ആലപ്പുഴയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ആറാട്ടുപുഴയിലെയും തൃക്കുന്നപ്പുഴയിലെയും പുറക്കാടിലെയും അമ്പലപ്പുഴയിലെയും കരിമണൽ അല്ലെങ്കിൽ ആ തീരദേശം കൊള്ളയടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ കമ്പനിയുടെ പക്കൽ നിന്നും 1.72 കോടി രൂപ ബാങ്കിംഗ് ചാനലിലൂടെ കൈപ്പറ്റി എന്ന ഫൈൻഡിംഗ് കണ്ടെത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഒരു സേവനവും നൽകാതെ 1.72 കോടി രൂപയുടെ ഇന്നത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? അത് പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ദീസ് ആർ ഇല്ലീഗൽ പേയ്മെന്റ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ കമ്പനി. മിസസ് എക്സാലോജിക് ഹാസ് നോട്ട് പ്രൊവൈഡഡ് എനി സർവീസസ് ആസ് പെർ ദ കണ്ടംപററീസ് എവിഡൻസസ് ഗാതേർഡ് ഡ്യൂറിംഗ് ദ സെർച്ച്. ഞാൻ ചോദിക്കട്ടെ സാർ, ഈ 1.72 കോടി രൂപ ഇല്ലീഗൽ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് സാർ? അഴിമതി പണം എന്നാണ്. ആ അഴിമതി പണം ഇന്നത്തെ ദിവസം എവിടെയാണ്? മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലാണ് സാർ. ഒന്നുകിൽ ഞാൻ പറയുന്നില്ല, ഒന്നുകിൽ അദ്ദേഹത്തിന്റെ മടിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ മടിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അലമാരയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേരുള്ള ബാങ്ക് അക്കൗണ്ടുകൾ കിടക്കാണ് സാർ. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? അതായത് യഥാർത്ഥത്തില് CPM എന്ന പാർട്ടി ഇന്ന് കേവലം ഒരു സ്വകാര്യ കമ്പനിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന ഈ വലിയ അഴിമതിക്കും തീവെട്ടിക്കൊള്ളയ്ക്കും കാവൽ നിൽക്കുന്ന ഒരു പാർട്ടിയായി നിങ്ങൾ അകപ്പതിച്ചിരിക്കുകയാണ് സാർ. ഞങ്ങൾക്കിത് പറയാൻ മടിയില്ല, ഞങ്ങൾക്കിത് പറയാൻ ഭയമില്ല. ഭയം നിങ്ങൾക്കാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രിയോട്, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാൻ CPM എന്ന പാർട്ടിക്ക് ഭയമാണെങ്കിൽ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ടി ആ ദൗത്യം ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് സാർ. നിങ്ങൾ അഴിമതിക്കാരനാണ് എന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ കയറുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത, CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ 12 കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ED റെയ്ഡ് നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ സുപ്രധാനം CMRL ഓഫീസും വീണ വിജയന്റെ വീട്ടിലുമടക്കം പരിശോധന നടക്കുകയാണ്. പിണറായി വിജയന്റെ വീട്ടിലടക്കം ഈ പരിശോധന നടക്കുന്നു. CMRL എക്സാലോജിക് ഇടപാട് കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ് നടക്കുന്നത്.
അപ്പം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഇത്രയും വളച്ചൊടിച്ച് തിരിച്ച് നമ്മുടെ രാഹുൽ ഗാന്ധി വരെ ഇവിടുത്തെ പിണറായി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കഥകൾ അടിച്ചുവിടുന്നത് എന്ന് ആലോചിച്ച് നോക്കുന്നത്. ഇപ്പോൾ പറയുന്നില്ല, പിന്നെ പറയുന്നില്ല, ഇപ്പോൾ പറയുന്നത് എന്തൊക്കെയാണ് കാണുന്നത്. ഓക്കെ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അറിയാലോ, പണ്ട് കോടിയേരിയുടെ 2020 കോടിയേരി എടുത്ത് റെയിലും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഈ പിണറായി എന്താണ് പറഞ്ഞത്, ഇപ്പോഴെന്താണ് പറയുന്നത്, അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ പരമാവധി ഷെയർ ചെയ്തോ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവം ചെയ്തോ. ബൈ, ലവ് യു ഓൾ.